ഐഫോൺ യൂസേഴ്സ് ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ് പെട്ടെന്ന് തന്നെ സ്റ്റോറേജ് ഫില്ലാവുന്നത്. ഞാൻ യൂസ് ചെയ്യുന്നത് ഐഫോൺ XR ആണ്. 64 GB യൂസ് ചെയ്യുന്നത്. ഇവിടെ ഇപ്പോൾ 52.27 GB എൻ്റെ ഡിവൈസിൻ്റെ ഫില്ലാണ്. അത് മോസ്റ്റ്ലി യൂസ് ചെയ്തിരിക്കുന്നത് ഫോട്ടോസാണ്. 9.98 GB. PGMA യൂസ് ചെയ്യുന്നത് 5.14 GB ആണ്. യൂട്യൂബ് യൂസ് ചെയ്യുന്നത് 3.81 GB ആണ്. യൂട്യൂബ് എന്നൊരു ആപ്പ് 3.81 GB എൻ്റെ സ്പേസ് യൂസ് ചെയ്യുന്നുണ്ട്. അതിൽ ആപ്പിൻ്റെ സൈസ് വരുന്നത് 290.8 MB മാത്രമേ ഉള്ളൂ. 3.52 GB ഡോക്യുമെൻ്റ് ആണ്. അതേപോലെ തന്നെയാണ് ഇൻസ്റ്റഗ്രാമിൻ്റെ സൈസ് വരുന്നത് 3.17 GB ആണ്. അതിൽ 2.91 GB ഡോക്യുമെൻ്റ് ആൻഡ് ഡേറ്റാസ് ആണ്. ഈ ഒരു ഡോക്യുമെൻ്റ് ആൻഡ് ഡേറ്റാസ് എങ്ങനെ ക്ലിയർ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. അടുത്ത വീഡിയോയിൽ എങ്ങനെ നമുക്ക് ഐഫോണിലെ സ്റ്റോറേജ് ക്ലിയർ ചെയ്യാമെന്ന് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഇതേപോലത്തെ കൂടുതൽ വീഡിയോസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യം നമുക്ക് എങ്ങനെ സഫാരിയിലുള്ള ഡേറ്റാസ് റിമൂവ് ചെയ്യാമെന്ന് നോക്കാം. നമുക്ക് രണ്ട് രീതിയിൽ സഫാരിയിലുള്ള ഡേറ്റാസ് റിമൂവ് ചെയ്യാൻ പറ്റും. അതിനുവേണ്ടി നിങ്ങൾ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക. താഴേക്ക് പോകാൻ നേരം സഫാരിയുടെ ഓപ്ഷൻ കാണാൻ പറ്റും. അവിടെ ടാപ്പ് ചെയ്യുക. വീണ്ടും നിങ്ങൾ താഴേക്ക് പോകുക. ഇവിടെ നിങ്ങൾക്ക് ക്ലിയർ ഹിസ്റ്ററി ആൻഡ് വെബ്സൈറ്റ് ഡേറ്റ എന്ന് കാണാൻ പറ്റും. അവിടെ ടാപ്പ് ചെയ്യുക. ഇവിടെ ടാപ്പ് ചെയ്യാൻ നേരം ഒരു പോപ്പപ്പ് വരും. നമുക്ക് ലാസ്റ്റ് ഹവേഴ്സിന് ക്ലിയർ ചെയ്യണോ, ടുഡേയുടെ ക്ലിയർ ചെയ്യണോ, ടുഡേ ആൻഡ് യെസ്റ്റർഡേ ക്ലിയർ ചെയ്യണോ, ഓൾ ഹിസ്റ്ററി ക്ലിയർ ചെയ്യണോ, ഇതെല്ലാം നമുക്കിവിടെ സെറ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ ടാബുകളും ക്ലോസ് ചെയ്യാൻ പറ്റും. ഇവിടെ ക്ലിയർ ഹിസ്റ്ററി ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ സഫാരിയിലുള്ള എല്ലാ ഹിസ്റ്ററിയും ഡേറ്റാസും റിമൂവ് ആകും. അങ്ങനെ നമുക്ക് സഫാരിയിലുള്ള ഡേറ്റാസിനെ റിമൂവ് ചെയ്യാം. ഇതാണ് ഒന്നാമത്തെ വഴി. മറ്റൊരു വഴി നമുക്ക് സഫാരിയിലുള്ള ഡേറ്റാസിനെ റിമൂവ് ചെയ്യാൻ പറ്റും. ജനറൽസിലേക്ക് വരിക, ഐഫോൺ സ്റ്റോറേജ് വരിക, ടാപ്പ് ചെയ്യാം. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും വെബ്സൈറ്റ് ഡേറ്റ, ഓഫ്ലൈൻ റീഡ് ലിസ്റ്റ്, ഹിസ്റ്ററി, ഡൗൺലോഡ്സ്, എക്സ്റ്റൻഷൻ. ഓരോ സെക്ഷനിലും അത് ഉപയോഗിക്കുന്ന മെഗാബൈറ്റ്സ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ജസ്റ്റ് നിങ്ങൾ അവിടെ ടാപ്പ് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് റിമൂവ് ആൾ വെബ്സൈറ്റ് ഡേറ്റ എന്ന് കാണാൻ പറ്റും. അവിടെ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിമൂവ് ചെയ്യാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇൻഡിവിജ്വലി റിമൂവ് ചെയ്യാനുള്ള ഓപ്ഷനും അവൈലബിൾ ആണ്. ഇതേ സെയിം രീതി നിങ്ങൾക്ക് ഹിസ്റ്ററിയും റിമൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതേ രീതിയിൽ നമുക്ക് സഫാരിയിലുള്ള ഡേറ്റാസിനെ റിമൂവ് ചെയ്യാൻ സാധിക്കും. രണ്ടാമത്തെ സ്റ്റെപ്പാണ് തേർഡ് പാർട്ടി ആപ്സുകളിൽ നിന്ന് ഡോക്യുമെൻറ്റ് ക്ലിയർ ചെയ്യുക. നമുക്കറിയാം നമ്മൾ കുറേ തേർഡ് പാർട്ടി ആപ്സുകൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ എൻ്റെ സ്റ്റോറേജിൻ്റെ പകുതി യൂസ് ചെയ്യുന്നത് തേർഡ് പാർട്ടി ആപ്സുകളാണ്. BGMA വരുന്നുണ്ട്, യൂട്യൂബ് വരുന്നുണ്ട്, ഇൻസ്റ്റഗ്രാം വരുന്നുണ്ട്, വാട്സപ്പ് വരുന്നുണ്ട്. ഇപ്പോൾ ഇൻസ്റ്റഗ്രാമും യൂട്യൂബും എല്ലാം കുറേ സ്റ്റോറേജ് എൻ്റെ ഡിവൈസിൽ നിന്ന് ആക്സസ് ചെയ്യുന്നുണ്ട്. എന്നാൽ ചില തേർഡ് പാർട്ടി ആപ്സുകൾ ആ ഒരു തേർഡ് പാർട്ടി ആപ്പ് യൂസ് ചെയ്യുന്ന ഡേറ്റാസിനെ നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും. ഉദാഹരണം പറയുകയാണെങ്കിൽ വാട്സപ്പ്, ടെലിഗ്രാം, ഇൻഷോട്ട് എന്നീ ആപ്സുകളെല്ലാം നമുക്ക് ഈ ഒരു ഫീച്ചർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സ്നാപ്ചാറ്റ് ഈ ഒരു ഫീച്ചർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ ഒരു ഫീച്ചർ ഉപയോഗിച്ച് ആ ഒരു തേർഡ് പാർട്ടി ആപ്പ് യൂസ് ചെയ്യുന്ന ഡേറ്റാസിനെ നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ക്ലിയർ ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ ജസ്റ്റ് എൻ്റെ ടെലിഗ്രാമിൽ നിന്ന് റിമൂവ് ചെയ്ത് കാണിച്ചു തരാം. ഇപ്പോൾ എൻ്റെ ടെലിഗ്രാം യൂസ് ചെയ്യുന്നത് 814.6 MB ആണ്. അതിൽ ആപ്പിൻ്റെ സൈസ് വരുന്നത് 128 MB ഡോക്യുമെൻ്റ് ഡേറ്റാസ് വരുന്നത് 686.6 MB ആണ്. അപ്പോൾ നമുക്ക് ഡേറ്റാസ് ഒന്ന് റിമൂവ് ചെയ്യാം. അതിനുവേണ്ടി ആദ്യം ടെലിഗ്രാം ഓപ്പൺ ചെയ്യാം. ടെലിഗ്രാം സെറ്റിങ്സിലെ ഡേറ്റാസ് ആൻഡ് സ്റ്റോറേജ് വരുന്നു. ഇവിടെ സ്റ്റോറേജ് യൂസേജ് കാണാൻ പറ്റും. വീഡിയോസ് എത്ര MB യൂസ് ചെയ്യുന്നുണ്ട്, ഫോട്ടോസ് എത്ര MB യൂസ് ചെയ്യുന്നുണ്ട്, ഫയൽസ് എത്ര MB യൂസ് ചെയ്യുന്നുണ്ട്, അവയെല്ലാം നമുക്ക് വേർതിരിച്ച് കാണാൻ പറ്റും. ചെയ്യുക, ക്ലിയർ ക്യാഷ് കൊടുക്കുക. ടെലിഗ്രാം യൂസ് ചെയ്യുന്ന എല്ലാ ക്യാഷും ഇവിടുന്ന് ക്ലിയർ ചെയ്തിട്ടുണ്ട്. എഗെയിൻ നമുക്ക് സ്റ്റോറേജിലേക്ക് വരാം. ഇപ്പോൾ നിങ്ങൾ കണ്ടോ, ആ ഒരു ലിസ്റ്റിൽ നിന്ന് ടെലിഗ്രാം താഴേക്ക് പോയിട്ടുണ്ട്. ഇപ്പോൾ ടെലിഗ്രാം വെറും 382.2 MB മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. നേരത്തേക്കാളും ഡോക്യുമെൻറ്റ് യൂസ് ചെയ്യുന്ന കുറഞ്ഞിട്ടുണ്ട്. ഈ ഒരു ഫീച്ചർ കുറച്ച് തേർഡ് പാർട്ടി ആപ്സുകൾ മാത്രമേ പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ പ്രൊവൈഡ് ചെയ്യുന്ന തേർഡ് പാർട്ടി ആപ്സുകൾ ഓപ്പൺ ചെയ്ത് ഇതേ രീതിയിൽ നമുക്ക് ആ ഒരു ആപ്പിൻ്റെ ക്രാഷിനെ റിമൂവ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇൻഷോട്ടൊക്കെ നമുക്ക് ഈ ഒരു ഫീച്ചർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇൻഷോട്ട് ഓപ്പൺ ചെയ്യാം. ഇവിടെ സെറ്റിങ്സിലേക്ക് വരാം. ഇവിടെ ക്ലിയർ ക്യാഷ് എന്ന് കാണാൻ പറ്റും. അവിടെ ടാപ്പ് ചെയ്യുക. അപ്പോൾ ഇതേ രീതിയിൽ നമുക്ക് സ്റ്റോറേജിനെ സേവ് ചെയ്യാം. കുറച്ച് തേർഡ് പാർട്ടി ആപ്സുകൾ മാത്രമേ നമുക്ക് ഈ ഒരു ഫീച്ചർ പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ. ഇപ്പോൾ യൂട്യൂബിൽ നമുക്ക് ഈ ഒരു ഫീച്ചർ അവൈലബിൾ അല്ല. അപ്പോൾ ഇങ്ങനെയുള്ള ആപ്സുകൾ നമുക്ക് എന്ത് ചെയ്യാം നോക്കാം. അപ്പം യൂട്യൂബിലൊക്കെ 3.52 GB ആണ് ക്യാഷ് വരുന്നത്. ഈ ഒരു ക്യാഷ് റിമൂവ് ചെയ്യാൻ ഒരേ ഒരു വഴിയുള്ളൂ. നമുക്ക് യൂട്യൂബിനെ അൺഇൻസ്റ്റാൾ ചെയ്തിട്ട് റീഇൻസ്റ്റാൾ ചെയ്യാം. ഞാനിവിടെ ഇപ്പോൾ യൂട്യൂബ് റിമൂവ് ചെയ്യുകയാണ്. റിമൂവ് കൊടുത്തു, ഡിലീറ്റ് ആപ്പ് കൊടുത്തു. അപ്പോൾ ഇവിടെ ഒരു മെസ്സേജ് ബോക്സ് വരും. നമ്മൾ ഈ ഒരു ആപ്പ് ഡിലീറ്റ് ചെയ്യുന്ന ടൈമിൽ അതിൻ്റെ ഡേറ്റാസും ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഡിലീറ്റ് ആകും. ഡേറ്റാസിനെ ക്ലിയർ ചെയ്യാൻ പറ്റും. ഇപ്പോൾ യൂട്യൂബ് ആവട്ടെ, ഇൻസ്റ്റാഗ്രാം ആവട്ടെ, കുറേ സ്പേസ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ആ ആപ്സുകളെല്ലാം നമുക്ക് അൺഇൻസ്റ്റാൾ ചെയ്തിട്ട് റീഇൻസ്റ്റാൾ ചെയ്യാം. അങ്ങനെ നമുക്ക് കുറേ സ്റ്റോറേജിനെ ക്ലിയർ ചെയ്യാൻ പറ്റും. ഫോട്ടോസ് ആപ്പ് 9.98 GB ആണ് എൻ്റെ സ്റ്റോറേജ് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ മെയിൻ റീസൺ, ഞാൻ നോർമലി ഫോട്ടോസൊക്കെ ഐക്ലൗഡിലേക്ക് ബാക്കപ്പ് ചെയ്യാറുണ്ട്. എന്നാൽ നമുക്ക് ഐക്ലൗഡിൽ 5 GB മാത്രമേ ഫ്രീ ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ളൂ. ഇപ്പോൾ എൻ്റെ 5 GB ഐക്ലൗഡ് നിറഞ്ഞു. ഐക്ലൗഡിലേക്ക് ബാക്കപ്പ് ആവത്തില്ല, നമ്മുടെ ഫോണിൻ്റെ സ്റ്റോറേജിലാണ് ബാക്കപ്പ് ആകുന്നത്.
അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ ക്യാപ്ചർ ചെയ്ത ഫോട്ടോസാണ് 9.98 GB വന്ന് കിടക്കുന്നത്. എമൗണ്ട് പേ ചെയ്ത് കഴിഞ്ഞാൽ iCloud സ്പേസ് നമുക്ക് കൂട്ടാൻ പറ്റും. നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാൻ അതിന് പകരം ഇപ്പോൾ ചെയ്യുന്നത് ഗൂഗിൾ ഡ്രൈവ് ഡൗൺലോഡ് ചെയ്തു. ഫോട്ടോസ് എല്ലാം ഡ്രൈവിലേക്ക് ഇപ്പോൾ ബാക്കപ്പ് ചെയ്യുകയാണ്. അത് കഴിഞ്ഞിട്ട് ഫോണിൽ നിന്ന് റിമൂവ് ചെയ്യും. അപ്പോൾ നമ്മുടെ ഫോട്ടോസ് എല്ലാം സേഫായിട്ട് ഡ്രൈവിൽ കിടക്കും. നമുക്ക് ആവശ്യമുള്ള ടൈമിൽ നമ്മൾ ഡ്രൈവിൽ നിന്ന് ആക്സസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഡ്രൈവിലേക്ക് ആഡ് ചെയ്ത ഫോട്ടോസ് നമുക്ക് ഫയൽസിനകത്തും അവൈലബിൾ ആയിരിക്കും. ഇവിടെ ഡ്രൈവ് എന്ന സെക്ഷനിലാണ് വരുന്നത്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് സ്റ്റോറേജ് സേവ് ചെയ്യാനുള്ള ടിപ്പ് ഞാൻ പറയാം. നമുക്കറിയാം ടെലിഗ്രാം നമുക്ക് അൺലിമിറ്റഡ് ക്ലൗഡ് സ്റ്റോറേജ് ആണ് തരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ടെലിഗ്രാമിലേക്ക് നിങ്ങളുടെ ഫോട്ടോസിനെയും വീഡിയോസിനെ ആഡ് ചെയ്തുകൊണ്ട് ഐഫോണിലെ സ്റ്റോറേജിന് നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ സ്റ്റെപ്പുകൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഐഫോണിലെ സ്റ്റോറേജിനെ ക്ലിയർ ചെയ്യാൻ പറ്റും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇത്ര മാത്രമായിരുന്നു ഇന്നത്തെ വീഡിയോ. വീഡിയോയിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ ചാനൽ ഇൻസ്റ്റാഗ്രാം ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. എനിക്ക് മെസ്സേജ് അയക്കാം. ഞാൻ നിങ്ങൾക്ക് ഉറപ്പായിട്ട് റിപ്ലൈ തരുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ കണ്ടുമുട്ടാം.